മാർക്കറ്റ് കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും നല്ല രീതിയിൽ തന്നെ ക്രാഷ് ആയിട്ടുണ്ട്. കുറച്ച് ആളുകളെന്നല്ല, ഇപ്പം തുടരെ തന്നെ ഈ ഒരു മാസം കഴിഞ്ഞ മാസവും ആ ഒരു ഹാൽവിങ്ങിന് ശേഷം ബിറ്റ്കോയിൻ പ്രത്യേകിച്ച് വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇപ്പം 2 ദിവസം മുമ്പ് ഒരു 65K വരെ എത്തിയായിരുന്നു. $65,000 നിന്ന് സഡനായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു 60 59 ഒക്കെ വന്നായിരുന്നു. അവിടെ നിന്ന് ഇന്നലെ ഒന്ന് 61,500 വരെയൊക്കെ പോയി. അവിടുന്ന് ആ 61,500 വെറുതെ പോയതാണ്. അവിടുന്ന് നല്ല രീതിയിൽ തന്നെ അതൊക്കെ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് ഉള്ള ഏരിയയാണ്. ഈ 60 65 ഒക്കെ അവിടെ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ താഴോട്ട് വരും. അപ്പോൾ ഇപ്പം നിൽക്കുന്ന ഏരിയ എന്ന് വെച്ചാൽ 57 58 ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നല്ല സപ്പോർട്ടുള്ള ഏരിയയാണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് പിന്നെ 55 52 ഒക്കെ ഏരിയയിലോട്ട് പോവും. അവിടെയും പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല 48 45 ഒക്കെ പോവും. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വറീഡ് ആവേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മൾ വിചാരിച്ചു ഇനി അങ്ങ് താഴെ പോകുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ടില്ല. ഈ ഒരു സപ്പോർട്ട് മെയിനായിട്ട് നോക്കുക 58 57 ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ മാക്സിമം നോക്കുക. എങ്ങനെയുണ്ട്, നല്ല ക്യാൻഡിലുകൾ വരുന്നുണ്ടോ. അപ്പം അത്യാവശ്യം ഒരു വോളിയത്തോടുള്ള ഗ്രീൻ ക്യാൻഡിലൊക്കെ ഈ ഒരു 58 57 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉണ്ടാകും. ബിറ്റ്കോയിൻ എന്തൊക്കെയായാലും നല്ല രീതിയിൽ ബുള്ളിഷ് ആവും. പക്ഷേ മറ്റേ ആൾട്ടൂവിനൊക്കെ നിങ്ങൾ നോക്കിയറിയാം പലതും ക്രാഷായി. ഇപ്പോൾ പറയാനൊന്നുമില്ല. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം തൊട്ടേ തന്നെ ആൾട്ടൂവിനൊക്കെ പഴയതിനെക്കാട്ടി നല്ല രീതിയിൽ തന്നെ ഡമ്പാണ്. പ്രത്യേകിച്ചൊരു മൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല. അപ്പം എന്തൊക്കെയായാലും മാർക്കറ്റ് ഇങ്ങനെയാണ്. ആരും പാനിക്കോ കാര്യങ്ങളോ ഒന്നും ആവണ്ട. എല്ലാം തിരിച്ചു വരും. ഇപ്പം നമ്മൾ മാർക്കറ്റ് പമ്പാവുമ്പം മാത്രമല്ലല്ലോ വീഡിയോ ഇടേണ്ടത്. അപ്പം ഡമ്പാവുമ്പോഴും മാർക്കറ്റ് എന്താണ് ഡമ്പാവുന്നത് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇടണം. ഇപ്പം ഈ ഒരു ഏരിയ ഇപ്പം ഇച്ചിരി ക്രിട്ടിക്കലായിട്ടുള്ള ഏരിയയാണ്. നിങ്ങളിപ്പം വലിയ ലിവറേജിലൊന്നും ട്രേഡ് എടുക്കാതിരിക്കുക. ഇപ്പോൾ ആൾട്ടോയിനൊന്നും ഏത് ലിവറേജ് ആയാലും ട്രേഡ് എടുത്താൽ ഇപ്പോൾ 5x ആയാലും നിങ്ങളുടെ ലിക്വിഡേഷൻ അടിച്ചു പോകുക. അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരുവിധം നിങ്ങൾക്ക് ഏതാണ് പറ്റുന്ന ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചിടുക. മാക്സിമം അങ്ങനെ വെച്ചിടുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് ഫുൾ അടിച്ച് പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം വലിയ രീതിയിൽ ട്രേഡ് എടുക്കാതിരിക്കുക. ചെറിയ ലിവറേജൊക്കെ ട്രേഡ് എടുക്കുക. മാർക്കറ്റ് തിരിച്ചു വരും. ഈ ഒരു മാർക്കറ്റ് ഇപ്പം ഈ ഒരു ഫിയർ ആയിട്ടുള്ള ഈ ഒരു ടൈമിലാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ പേടിച്ചൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. മാർക്കറ്റ് തിരിച്ചു കയറും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.